ദേവമംഗള ആസ്ട്രോമീഡിയയ്ക്ക് നിങ്ങൾ നൽകുന്ന സഹകരണത്തിന് ഏറെ നന്ദി. സ്ത്രീജാതകത്തിലെ ഗ്രഹസ്ഥിതി അനുസരിച്ച് വിവാഹം നടക്കാൻ സാധ്യതയുള്ള കുറച്ച് സ്ഥിതികളെക്കുറിച്ചാണ് പറയുന്നത്. ജ്യോതിഷ വിദ്യാർത്ഥികൾക്കും ജ്യോതിഷം സ്വന്തമായി പഠിച്ച് വിശകലനം ചെയ്യുന്നവർക്കും ഈ വിഷയം വളരെ ഉപകാരപ്രദമായിരിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. സ്ത്രീജാതകത്തിലെ വിവാഹകാലത്തെക്കുറിച്ച് നോക്കുമ്പോൾ, സ്ത്രീജാതകത്തിൽ ലഗ്നം, ചന്ദ്രൻ, ശുക്രൻ ഇവരുടെ 2, 5, 7, 9, 11 ഇവയിൽ വ്യാഴം ഗോചരവശാൽ വരുന്ന കാലം വിവാഹം നടക്കും. അടുത്തതായി, സ്ത്രീജാതകത്തിൽ ശുക്രനും വ്യാഴവും ബലവാനായിരിക്കുകയും ശുഭയോഗവും ശുഭദൃഷ്ടിയും ഉണ്ടായിരിക്കുകയും ചെയ്താൽ അവരുടെ ദശാപകാരങ്ങളിൽ വിവാഹം നടക്കും. അടുത്തതായി, സ്ത്രീജാതകത്തിൽ ലഗ്നാധിപൻ 7-ലും 7-ാം ഭാവാധിപൻ ലഗ്നത്തിൽ നിന്നാൽ അവരുടെ ദശാപകാരങ്ങളിൽ വിവാഹം നടക്കും. അടുത്തതായി, ശ്രീജാതകത്തിൽ ലഗ്നാധിപൻ, ചന്ദ്രലഗ്നാധിപൻ, സപ്തമാധിപൻ, ശുക്രൻ അല്ലെങ്കിൽ അവർ നിൽക്കുന്ന രാശ്യാധിപൻ ഈ പറഞ്ഞവരെല്ലാം ലഗ്നത്തിൻ്റെ 5, 7, 9 ഈ ഭാവങ്ങളിൽ ഗോചരത്തിൽ വരുന്ന കാലം വിവാഹം നടക്കും. ശ്രീജാതകത്തിൽ ലഗ്നം, ചന്ദ്രൻ, ശുക്രൻ ഇവരുടെ 7-ാം ഭാവാധിപൻ ശുഭൻ ആയിരിക്കുകയും ആ ഗ്രഹം ലഗ്നത്തിനോ ചന്ദ്രലഗ്നത്തിനോ ശുക്ര ആശ്രയരാശിയിലോ ഗോചരത്താൽ വരുന്ന കാലം വിവാഹം നടക്കും. സ്ത്രീജാതകത്തിൽ ലഗ്നാധിപൻ്റെയോ ലഗ്ന നവാംശകാധിപൻ്റെയോ ത്രികോണ രാശിക്കുള്ളിൽ ശുക്രനോ ലഗ്നാധിപനോ ഗോചരത്തിൽ വരുന്ന സമയം വിവാഹം നടക്കും. അടുത്തത്, സ്ത്രീജാതകത്തിൽ 7-ൽ നിൽക്കുന്ന ഗ്രഹം, നോക്കുന്ന ഗ്രഹം, 7-ാം ഭാവാധിപൻ, അവരുടെ നവാംശാധിപന്മാർ ചന്ദ്രൻ, ശുക്രൻ ഇവരിൽ ബലമുള്ള ഗ്രഹത്തിൻ്റെ ദശയിലോ മറ്റുള്ളവരുടെ ദശയിലോ ഇവരുടെ അപഹാരകാലങ്ങളിലോ വിവാഹം നടക്കാം. സ്ത്രീജാതകത്തിൽ 7-ാം ഭാവാധിപൻ നിൽക്കുന്ന രാശിയുടെ ത്രികോണങ്ങളിൽ 7-ാം ഭാവാധിപൻ്റെ നവാംശകാധിപൻ ഗോചരത്തിൽ വരുന്ന കാലം വിവാഹം നടക്കാം. സ്ത്രീജാതകത്തിൽ രാഹുകേതുക്കൾ ലഗ്നം 5, 9 ഈ നാഥന്മാരുമായി ബന്ധപ്പെട്ടു വന്നാൽ അവരുടെ ദശാപഹാരങ്ങളിലും വിവാഹം നടക്കാം. അടുത്തതായി, 7-ാം ഭാവാധിപൻ്റെ ദശയിൽ ശുക്രൻ്റെ ഭുക്തികാലവും ശുക്രദശയിലെ 7-ാം ഭാവാധിപൻ്റെ ഭുക്തികാലവും വിവാഹകാലമാണ്. അടുത്തതായി, ശ്രീജാതകത്തിൽ ശുക്രൻ നിൽക്കുന്ന നക്ഷത്രത്തിൻ്റെ ദശാകാലവും വിവാഹം നടക്കാം. അടുത്തതായി, ലഗ്നാധിപനോ ലഗ്ന നവാംശാധിപനോ നിൽക്കുന്ന രാശിയുടെ ത്രികോണ രാശികളിൽ ഗോചരവശാൽ ശുക്രനോ ലഗ്നാധിപനോ സഞ്ചരിക്കുന്ന കാലം വിവാഹം നടക്കും. അടുത്തതായി, 2-ാം ഭാവാധിപതി 7-ാം ഭാവാധിപതി ഇവരുമായി യോഗം ചെയ്യുന്ന ഗ്രഹങ്ങൾ ഇവരുടെ ദശാപഹാരങ്ങളിൽ വിവാഹം നടക്കാം. അടുത്ത്, ശുക്രൻ 7-ാം ഭാവാധിപതിയുമായി യോഗം ചെയ്താൽ ശുക്രദശയിലോ 7-ാം ഭാവാധിപൻ്റെ ദശയിലോ വിവാഹം നടക്കാം. അടുത്തത്, 7-ാം ഭാവാധിപൻ്റെ നക്ഷത്രത്തിൽ നിൽക്കുന്ന ഗ്രഹത്തിൻ്റെ ദശാപഹാരങ്ങളിൽ വിവാഹം നടക്കാം. അടുത്തത്, രാഹു കേതു ഇവരിൽ ആരെങ്കിലും 7-ാം ഭാവാധിപതിയുമായി യോഗം ചെയ്താൽ ആ സമയം വിവാഹം നടക്കാം. 5, 9, 10 ഭാവാധിപന്മാരുടെ ദശാപഹാരങ്ങളിൽ വിവാഹം നടക്കാം. 7-ൽ നിൽക്കുന്ന ഗ്രഹത്തിൻ്റെ ദശയിലും വിവാഹകാലമാണ്. 7-ാം ഭാവം ശുഭരാശിയായി ശുഭഗ്രഹം അവിടെ നിന്നാൽ ദശ ആരംഭത്തിൽ തന്നെ വിവാഹം നടക്കും. ഇതിൽ ശുഭയോഗദൃഷ്ടി കൂടി ഉണ്ടായാൽ ദശാകാലം മുഴുവൻ വിവാഹകാലമാണ്. 7-ാം ഭാവം പാപരാശിയായി ശുഭഗ്രഹം അവിടെ നിന്നാൽ ദശയുടെ മധ്യത്തിലായിരിക്കും വിവാഹം നടക്കാൻ സാധ്യത. 7-ാം ഭാവം പാപരാശിയായി അവിടെ പാപഗ്രഹങ്ങൾ നിന്നാൽ ദശ അന്ത്യത്തിലായിരിക്കും വിവാഹം നടക്കാൻ സാധ്യത. ശുക്രൻ ലഗ്നാധിപതിയായി ഗോചരത്തിൽ 7-ൽ പ്രവേശിക്കുന്ന കാലം വിവാഹകാലമാണ്. അടുത്തത്, ലഗ്ന നവാംശാധിപൻ്റെ 2-ൽ ചന്ദ്രനും ഗുരുവും ഗോചരത്തിൽ വരുന്ന കാലം വിവാഹകാലമാണ്. അതുപോലെ തന്നെ ഗോചരഗുരു ശുക്രസ്ഥിത രാശിയിൽ പ്രവേശിക്കുമ്പോൾ വിവാഹം നടക്കാം. അടുത്ത്, രാഹുവിൻ്റെ ദശാപഹാരങ്ങളിൽ വിവാഹം നടക്കാനുള്ള സമയമാണ്. അടുത്തതായി, ശുക്രൻ്റെയോ 7-ാം ഭാവാധിപതിയുടെയോ ദശ നടക്കുമ്പോൾ ഗോചരത്തിൽ ലഗ്നാധിപതി 7-ൽ പ്രവേശിക്കുമ്പോൾ വിവാഹം നടക്കാൻ സാധ്യതയുണ്ട്. ശുക്രദശയിൽ 7-ാം ഭാവാധിപൻ്റെയും അപകാരകാലവും 7-ാം ഭാവാധിപൻ്റെ ദശയിൽ ശുക്രൻ്റെ അപകാരകാലവും വിവാഹകാലമാണ്. 2-ാം ഭാവാധിപതി നിൽക്കുന്ന രാശിയുടെ അധിപതിയുടെ ദശാപകാരങ്ങളിൽ വിവാഹകാലമാണ്. അതുപോലെ തന്നെ 9, 10 ഭാവാധിപതിയുടെ ദശാപകാരങ്ങളും വിവാഹകാലമാണ്.
ഏഴാം ഭാവാധിപതിയുടെ മിത്രഗ്രഹത്തിൻ്റെ ദശയിൽ മിത്രഗ്രഹം ഗോചരവശാൽ 7ൻ്റെ 7-ൽ പ്രവേശിക്കുമ്പോൾ വിവാഹകാലമാണ്. 7-ൽ നിൽക്കുകയോ 7-ൽ നിൽക്കുകയോ ചെയ്യുന്ന ശുഭഗ്രഹങ്ങളുടെ ദശാപകാരങ്ങളിൽ വിവാഹം നടക്കാം. അടുത്തതായി രവിദശയിൽ ചന്ദ്രൻ, ബുധൻ, ഗുരു, ശുക്രൻ അപകാരങ്ങളിൽ വിവാഹം നടക്കാം. ശുക്രനുമായി യോഗം ചെയ്യുന്ന ഗ്രഹം 7-ാം ഭാവാധിപൻ്റെ മിത്രമായാൽ ആ ഗ്രഹത്തിൻ്റെ ദശയിലും അപകാരങ്ങളിലും വിവാഹകാലമാണ്. 7-ാം ഭാവാധിപതി നിൽക്കുന്ന രാശിയുടെയും നവാംശകത്തിൻ്റെയും ദശാപകാരങ്ങളിൽ വിവാഹകാലമാണ്. ലഗ്നാധിപൻ്റെയും 7-ാം ഭാവാധിപൻ്റെയും സ്ഫുടങ്ങൾ കൂട്ടിവരുന്ന രാശിയിൽ ഗോചരഗുരു വരുമ്പോൾ വിവാഹം നടക്കും. ചന്ദ്രനക്ഷത്രാധിപതിയുടെ സ്ഫുടവും 7-ാം ഭാവാധിപതിയുടെ സ്ഫുടവും കൂടി കൂട്ടുക. ആ സ്ഫുടം വരുന്ന രാശിയിലോ അതിൻ്റെ ത്രികോണത്തിലോ ഗോചരവശാൽ ഗുരു വരുമ്പോൾ വിവാഹം നടക്കും. ജാതകത്തിലെ ഗ്രഹസ്ഥിവശാലും ഗോചരവശാലും ഗ്രഹങ്ങളുടെ സ്ഥിതിയനുസരിച്ച് വിവാഹം നടക്കാൻ സാധ്യതയുള്ള ചില സ്ഥിതികളെക്കുറിച്ചാണ് പറഞ്ഞത്. എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു. ഓം ശ്രീ മഹാദേവിയേ നമഃ.